ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധമായ റംളാൻ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. റംളാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ബദർ ദിനം, ബദരീങ്ങളുടെ ആണ്ട്. ആ ബദരീങ്ങളുടെ ആണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കാർ സഹാബാക്കൾ മുഖേന യുദ്ധം ചെയ്ത് അറിയിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് റമളാൻ 17. അതിൻ്റെ റമളാൻ 17 അന്ന് ഘോരമായ യുദ്ധം നടക്കുകയും അതിൽ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ വെട്ടേൽക്കുകയും ഉബൈദ റളിയല്ലാഹുവിനെ താങ്ങിയെടുത്തുകൊണ്ട് നബിയുടെ ഹളറത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ബൈത്തുകളാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. പരിശുദ്ധമായ റംളാൻ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. റംളാൻ മാസത്തിൽ നോമ്പ് നോൽക്കാൻ കഴിയാത്തവർ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് ആഹാരം കഴിക്കുക. പരസ്യമായി കൊണ്ട് ഒന്നും തന്നെ ചെയ്യാതെ നോമ്പെടുക്കാൻ പറ്റാത്തവർ അതിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരു മജൂസിയായ മനുഷ്യന് തീയിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ മജൂസിയായ മനുഷ്യൻ്റെ മകൻ ഒരു റംളാൻ മാസത്തിൽ പരസ്യമായി ഭക്ഷണം കഴിച്ചപ്പോൾ അയാൾ മകനെ ചീത്ത പറയുകയുണ്ടായി. നീ എന്ത് പണിയാണ് ചെയ്യുന്നത്? ഇത് മുസ്ലിങ്ങളുടെ മാസമായ റംസാൻ മാസമല്ലേ, അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൽ, അതിൽ നിന്നൊക്കെ നീ വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒറ്റ കാരണത്താൽ അയാൾ മരിച്ചതിന് ശേഷം സ്വപ്നത്തിൽ കാണുകയും ആ കാരണത്താൽ അയാൾ സ്വർഗത്തിൻ്റെ അവകാശികളാകുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധമായ റംളാൻ മാസത്തിലെ ബദർ യുദ്ധത്തിൻ്റെ ചില വരികളാണ് ഇതിലൂടെ നിങ്ങളോട് പ്രതിപാദിക്കുന്നത്. 3 സിംഹങ്ങൾ ശത്രുവീരന്മാരായ 3 പേരുമായി നടത്തിയ യുദ്ധം അനന്തരഫലവും മോയിൻകുട്ടി വൈദ്യർ നേരിട്ട് കാണിച്ചു തരുന്നു. ഹംസ റളിയല്ലാഹു തൻ്റെ എതിരാളിയായ ശൈബത്തിനെയും അലി റളിയല്ലാഹു വലീദിനെയും വധിച്ചു. എന്നാൽ വൃദ്ധനായ ഉബൈദ റളിയല്ലാഹുവിന് തൻ്റെ എതിരാളിയായ ഉത്ബത്തിൽ നിന്ന് തുടയിൽ വെട്ടേറ്റു. അദ്ദേഹം പടക്കളത്തിൽ വീണുപോയി. ഉടനെ ഹംസ റളിയല്ലാഹുവും അലി റളിയല്ലാഹുവും ഉബൈദ റളിയല്ലാഹുവിനെ താങ്ങിയെടുത്ത് നബിയുടെ ഹളറത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പുകഴ്ந்தாളിരു പേരും അതിശയണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പത്തെ സുഗന്ധേ ഉബൈദത്തെ എടുത്തൈതമ്മ ചൊരിന്തേ വരും വഴി കഴുകൈതമ്മ. ഉബൈദ റളിയല്ലാഹുവിനെ താങ്ങിയെടുത്തുകൊണ്ട് നബിയുടെ ഹളറത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നിഴലുറ്റവർ യാസീൻ ഹബീബുല്ലാൻ്റെ നേസഹത്തിരെ മുമ്പിൽ കിടത്തിക്കൊണ്ടേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹളറത്തിൽ ഉബൈദ റളിയല്ലാഹുവിനെ കടത്തുകയാണ്. ആ സമയത്ത് വന്ദേ നബിയുള്ളാടവർ ചൊല്ലവേ ഉടയാൻ പുകഴ്ന്തേട്ട റസൂലുള്ളാവേ വെഞ്ചക്കളം വിട്ട് പിരിന്തോനാണേ
എളിജറി ഷഹീദമോ അന പൊന്മോനെ. ഉബൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ആ വെഞ്ചക്കളം ഞാൻ ബദർ യുദ്ധത്തിൽ അതിൻ്റെ കളത്തിൽ കടന്നുകൊണ്ടല്ലല്ലോ മരിച്ചത്. ഞാൻ ഇവിടേക്ക് എന്നെ താങ്ങിയെടുത്തുകൊണ്ട് ഇവിടെ കടന്നുകൊണ്ട് ഞാൻ മൗത്തായാൽ എനിക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടുമോ നബിയേ എന്ന് ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, പഞ്ചമ്പക പൂച്ചോണ്ടനക്കിയുമ്മേ പോറ്റേ ഹുസൈനാരു തിബീനു അമ്മേ. ചഞ്ചല ഫളീലുറ്റ ഷഹീദാകും നീ ചെവിത്തെ ഉബൈദത്താർ ഷഹറ് കണ്ടുന്നേ. ഉബൈദ റളിയല്ലാഹു അൻഹു, നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. നീ എൻ്റെ ഹദ്റത്തിൽ കടന്നുകൊണ്ട് ഷഹീദായാലും എനിക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടും. അതുകൊണ്ട് നീ അതിൻ്റെ സങ്കടമൊന്നും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ സമയത്ത് ഉബൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇൻ യഫ്തഹു റിജ്ലി ഫഇന്നീ മുസ്ലിമൂൻ വഅർജൂ ബിഹി ഐശൻ മിനല്ലാഹി ആലിയാൻ വഅൽബസനി റഹ്മാനു മിൻ ഫളിലി മിന്നിഹി ലിബാസം മിനൽ ഇസ്ലാമി ഗത്തൽ മസാവിയ. അവർ എൻ്റെ കാല് തുണ്ടം തുണ്ടമായി മുറിച്ചാലും എനിക്ക് സങ്കടമില്ല. പക്ഷെ ഞാൻ ഷഹീദാണല്ലോ എന്ന് ഉബൈദ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബൈദ റളിയല്ലാഹുവിനെ പറഞ്ഞപ്പോൾ ഉബൈദ റളിയല്ലാഹു അൻഹു ഉബൈദ റളിയല്ലാഹുവിൻ്റെ വിഷമങ്ങളൊക്കെ തീർന്നു. അങ്ങനെ ഉബൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ കടന്നുകൊണ്ട് ഷഹീദാകുകയാണ്. നെഞ്ചിലെ കറയാറ്റോർ ഹളറത്തിന്ന് നിറവായി അപാരപ്പോൾ ഷഹീദായെന്ന്. അന്നേ നബി മിളിയൊഴുകൈ അഴുതാറുക്ക് വനം അരികറൊക്കെ. ഉബൈദ റളിയല്ലാഹു ഷഹീദായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയി. അത്ര സങ്കടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉബൈദ റളിയല്ലാഹുവിനും വിട്ടുപിരിയാൻ പറ്റാത്ത അടുപ്പമുള്ള കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ മന്നിൽ സഫറായിൽ മറൈത്തവര മകജ അദാദംന അന്നവർക്കു മാറാം. സഫറ എന്ന സ്ഥലത്ത് ഉബൈദ റളിയല്ലാഹുവിനെ കബറടക്കി. മദനുകൾ വീട്ട മന്നാരിലാകുണ്ടാകിടട്ടെ അൻഹു മമദേനുകളെ വീട്ട നഹി സിവാഹു. ഇന്നാളൊരുവനെ അവരെ ഹക്കാൻ എഹ്ലി ശരണം എൻ ദുയൂനതക്ക. ഉത്ബത്തെ കൊല കൊന്നതും ഉബൈദത്തവരെ കൊണ്ടുടൻ പോന്നതും മിക്ക കനിന്താബുൽ
അക്കം സഅത്തായേ മേലം സൗത്താലെ വിളിത്തുരത്താൻ ഒക്കെ ചമറുക്കുള്ള മിറുദാസില്ല തരം കണ്ടുമൈനിപ്പത് അജബമെല്ലാം നിൽക്കാതെ നീ തീറ്റി ഒരു വേണം നികത്തി മുടിത്തിപ്പോൾ മടങ്ങിയിടണം. അങ്ങനെ ഉബൈദ ഷഹീദാവുകയാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ ഉബൈദ റളിയല്ലാഹുവിൻ്റെ ഹക്ക് ജാഗ് ബർക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തരുമാറാകട്ടെ. അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനും അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ മാസം നാളെ നമുക്ക് സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കലും എതിര് പറയുന്നവരിൽ റമളാൻ മാസം നമ്മളെ ചേർക്കാതിരിക്കട്ടെ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.